അപ്പോൾ ചുമ്മാ വീട്ടിലൊരു ഓഫ് ഡേ എങ്ങനെ എന്ത് ചെയ്യാമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ. എന്താ മീനു? അതെ ഗൈസ്, ജുറാസിക് പാർക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള മാളിൽ വന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജുറാസിക് പാർക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ടൈം 10:50 11 മണിക്കാട്ടോ ഷോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ടിക്കറ്റ് എടുക്കാമല്ലേ? പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ മീനു. ഞങ്ങളാണെങ്കിൽ 10 മണിയായപ്പോഴാണ് തീരുമാനിച്ചത് ജുറാസിക് പാർക്കിന് പോകാമെന്ന്. മാത്രമല്ല വാമിക്കുട്ടി 5 ദിവസമായി സ്കൂളിൽ പോയിട്ടല്ലേ മീനു. അതുകൊണ്ട് ഇന്നാണെങ്കിൽ നല്ല മൂഡിലാണ് എഴുന്നേറ്റത്. ഇന്ന് 5:30 എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ നേരെ സ്കൂളിലേക്ക് വിട്ടു. എന്തായാലും നമുക്ക് സിനിമ കാണാമല്ലേ? എന്താ മീനു, തണുക്കുന്നുണ്ടോ? നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാളിലേക്ക് എത്തി. അപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് തിയേറ്റർ. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡ് കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കുറേ കാലമായി ഡേ ഇൻ ലൈഫ് വീഡിയോ ചെയ്തിട്ട് അല്ലടി മീനു. അപ്പം ഇന്നൊരു ഫാമിലി വ്ളോഗാണ്. ഫാമിലി എന്ന് വെച്ചാൽ വാമിയില്ല, എന്നാലും ഒരു ഫാമിലി വ്ളോഗ് ഡേ ഇൻ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഓഫ് ഡേയിൽ എങ്ങനെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം മാളിൽ ആക്റ്റീവായി വരുന്നുള്ളൂ, 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എസ്കലേറ്റ് പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറാം. ആദ്യം മീനും എസ്കലേറ്റിൽ കയറട്ടെ കേട്ടോ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അപ്പം മീന് തന്നെ ഫസ്റ്റ് കയറി. അയ്യോ അതെ, ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ പിടിക്കില്ലേ. എസ്കലേറ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ തിയേറ്ററിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എല്ലാം സെൽഫ് സർവീസ് ആട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സിനിമ എത്ര മണിക്കാണെന്നുള്ളത് 11 AM സിനിമ ജുറാസിക് വേൾഡ് റീബർത്ത്. കുറേ സിനിമകളുണ്ട്. നമുക്ക് ജുറാസിക് വേൾഡ് കാണാനാണ് നമ്മൾ വന്നത്. ഇത് കണ്ടോ, ഇതാണ് പടം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് ടിക്കറ്റ് ജുറാസിക് വേൾഡ്. ജുമാൻജി ഉണ്ട് കേട്ടോ. ജുമാൻജി കണ്ടാലോ? നമുക്ക് 3D ആണല്ലേ? 3D എടുക്കാം. നമുക്ക് 3D സ്ക്രീൻ ഇവിടെയായിട്ട് വരും. അപ്പോൾ നമുക്കൊരു സെൻറ്റർ പിടിക്കാം അല്ലേടി? ഇവിടെ പിടിച്ചാലോ? അത് ഇവിടെ പിടിക്കാമല്ലേ? ഇവിടെ പിടിച്ചാലോ? ഇവിടെ പിടിക്കാം. 5 ഓക്കെ, 5 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ പെട്ടെന്ന്, അല്ലെങ്കിൽ സമയം പോകും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഓൺലൈനിലെ വാട്സപ്പിൽ ടിക്കറ്റ് വരും. എന്നിട്ട് കുറച്ച് സ്നാക്സ് മേടിച്ച് അല്ലടി 11 മണി കയറിയല്ലോ. നമുക്ക് സ്ക്രീൻ 5 കേട്ടോ. വാ ഇതിൽ കയറാം. വാ സ്ക്രീൻ 5-ലാണ് ഷോ. അപ്പോൾ 2 3D ഗ്ലാസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3D ഗ്ലാസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ നമ്മുടെ ജുറാസിക് വേൾഡ് കണ്ടിട്ട് വരാം. അല്ലടി എക്സൈറ്റഡ് ആണോ പണ്ടത്തെ ജുറാസിക് വേൾഡ് 3D കാണാൻ വേണ്ടി? കണ്ടിട്ടില്ലേ? സൺസെറ്റ് പാട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണ്ട് വരുമ്പം ഇങ്ങനെ ഓൺലൈനിൽ സ്കാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് സ്ക്രീൻ 5. ഇത് ജുറാസിക് വേൾഡ്. ഏകദേശം നമ്മുടെ നാട്ടിലെ 2500 രൂപ 2 പേരുടെ ടിക്കറ്റിന് 500 റെൻറ്റിൻ്റെ അടുത്ത് വന്നു. പടം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പടം കണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. മീനു പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം നല്ലതായിരുന്നല്ലേ? പോപ്കോണൊക്കെ കഴിച്ച് വയറിറങ്ങിയിരിക്കുകയാണ് അല്ലേ? അത് ഗൈസ് പോപ്കോണൊക്കെ കഴിച്ച് ഞങ്ങൾ വയറിറങ്ങിയിരിക്കുകയാണ്. അപ്പം പടത്തിൻ്റെ റിവ്യൂ ഒന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം ഞങ്ങളൊരു റിവ്യൂവർ അല്ല അല്ലേ മീനു? അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ ലൈഫ് എടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. ഇങ്ങോട്ടോ പോകണ്ട. അപ്പോൾ ഡേ ഇൻ ലൈഫ് എടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ഇൻ ലൈഫ് നമ്മൾക്ക് ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. വിശക്കുന്നുണ്ടോടി? വിശക്കുന്നില്ല, കാരണം വയറ് നിറഞ്ഞ് വലിയൊരു പോപ്കോണായിരുന്നു, അത് കഴിച്ചു. അപ്പം പടം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 3D ആയിരുന്നു. നമുക്ക് കണ്ണടയൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാഗിൽ വെച്ചിട്ടുണ്ട് കണ്ണടയൊക്കെ എല്ലടി മീന്. അതെ, അടുത്ത പ്രാവശ്യം. അതെ, വാമീനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സിനിമ അഡ്വഞ്ചർ മൂടുള്ള പടമാണ് ഇട്ടാക്കുന്നത്. അപ്പോൾ വാമീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അണ്ടർ 13 ഇയേഴ്സ് ഇവിടെ കയറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വാമീനെ കൊണ്ടുവരാതിരുന്നത്. വാമീനെ കൊണ്ട് നമുക്കൊരു സിനിമയ്ക്ക് വരണ്ടേടി, കുഞ്ഞുങ്ങളുടെ. അതെ, പിള്ളേരുടെ ഒരു സിനിമയ്ക്ക് വരണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് സിനിമയ്ക്ക് കഴിഞ്ഞ് ഇനി ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കോർട്ട്, ഇവിടെ നാൻഡൂസ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാമിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണമായിരുന്നേ. അപ്പോൾ കരിയർ ഡേയും പിന്നെ സൂപ്പർ ഹീറോസ് ഡേയും അങ്ങനെയൊക്കെ സംഭവം എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഡ്രസ്സ് കട അന്വേഷിച്ച് കിടക്കുവാണ്. ഇത് വലിയൊരു മാളാട്ടോ. അപ്പം ഫുഡ് കോർട്ടെല്ലാം പാസ് ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ വിശക്കുന്നില്ല. മീനിന് കുറച്ച് ഇറങ്ങി വിശക്കൂടി. അതെ,
കുറച്ച് നേരം കഴിയുമ്പോൾ മാമീനെ എടുക്കാൻ പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ എടുക്കും മാമീനെ സമയമായിട്ടുണ്ടെങ്കിൽ. അപ്പം ഷോപ്പ് നോക്കി നടക്കുവാണ്. ഇവിടെ സ്പോർട്സിൻ്റെ ഒക്കെ കടയുണ്ട്. ആ ഷോപ്പിനെ കുറിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല. പോയി കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ച് കഴിയുമ്പം അത് കാണിക്കാം. കാരണം ഈ കടകളൊക്കെ എല്ലായിടത്തുമുള്ള കടകളൊക്കെ തന്നെയാണ്. സ്കെച്ചേഴ്സിൻ്റെ ഒരു കട ഉണ്ടാവും. പിന്നെ അതേ ഇവിടെ ജെറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ജെറ്റിലോ അല്ലെങ്കിൽ ക്രമാൻസിലോ ഇവിടെ 2 ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറാം. നമ്മളപ്പം വാമിക്ക് ഡ്രസ്സ് നോക്കുവാണ്. വാമിക്കാണ് മെയിനായിട്ട് ഡ്രസ്സ് നോക്കുന്നത് കേട്ടോ. ഇവിടെ പാട്ടിട്ടുണ്ട്. പാട്ടിട്ടാക്കുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ക്ലോസപ്പായിട്ട് സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോസിനൊന്നും നമുക്ക് കോപ്പി റൈറ്റ് ഒന്നും കിട്ടിയില്ല. ഇത് വാമിക്കൊരു ഷൂ എടുത്താലോടി. ഇങ്ങനത്തെ ഒരു ഷൂ അല്ലേ, നൈസല്ലേ ഇങ്ങനത്തെ. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പെപ്പ പിഗിൻ്റെ ഒക്കെ. അപ്പോൾ ഞങ്ങളിത് കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചു അല്ലടി മീനും. പക്ഷേ നമുക്ക് വന്ന ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് അക്രമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് ഈ ജെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കയറി നോക്കാം കേട്ടോ. ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. സൂപ്പർ വുമൻ്റെ പിന്നെ കരിയർ ഡേയുടെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്താഴ്ച വരുന്നത്. അപ്പോൾ അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് സൂപ്പർ ഹീറോ ഡ്രസ്സ് നോക്കാം. നമ്മൾ നോക്കുന്നത് വണ്ടർ വുമൺ ആല്റെഡി. അങ്ങനെ സൂപ്പർ ഹീറോസ് എന്താണെന്നുള്ളതൊന്നും അവൾക്ക് അറിയത്തില്ല. ശരിക്കും കാർട്ടൂണൊന്നും സ്പൈഡർമാൻ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് വണ്ടർ വുമൻ്റെ ഡ്രസ്സ് എല്ലാവരും ഇട്ട് വരുമ്പം കൊച്ചു മാത്രം ഇതായിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് പോവാവേ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് വീണ്ടും ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങളിത് വീണ്ടും തേരാപ്പാര നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ വീണ്ടും അടുത്ത കട അന്വേഷിച്ച് ചൈനീസ് കടകളിൽ കിട്ടുമെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ചൈനീസ് കടകളൊക്കെ നോക്കി പോവുകയാണ്. ഇവിടെ ദേ വേറെ കുറേ കടകളുണ്ട്. പക്ഷെ ഒന്നിലും നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സില്ല. അപ്പോൾ നമുക്ക് വീണ്ടും താഴേക്ക് തന്നെ പോകാം കേട്ടോ. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളിത് ഈ ഫുഡ് കോർട്ടിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ നടക്കുക കേട്ടോ. വീണ്ടും ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി ഇതേ താഴേക്ക് വരുവാണ്. നമ്മൾ ഈ വഴിയാണ് വന്നത്. അപ്പം അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ കേസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. സത്യത്തിൽ നമുക്ക് ഇതേ ഫുഡ് കഴിക്കാൻ കയറിയത് ഈ ഇവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ തന്നെ കേട്ടോ കയറിയത്. സത്യത്തിൽ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഡ്രസ്സൊന്നും കിട്ടിയില്ല ആൽറെഡി മീനു. അപ്പോൾ എന്താ പരിപാടി? അല്ല ഡ്രസ്സ് എന്ത് ചെയ്യും നമ്മൾ? നാളെ വന്ന് ഡ്രസ്സ് എടുക്കാം. അപ്പോൾ ഫുഡ് വരുന്നതിന് മുമ്പത്തേക്ക് സ്റ്റാർട്ടറൊക്കെ വന്നു. നമ്മൾ കയറിയാക്കുന്നത് ഓഷ്യൻ ബാസ്ക്കറ്റിലാട്ടോ കയറിയാക്കുന്നത്. അപ്പം നമ്മുടെ ചെറിയ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓഷ്യൻ ബാസ്ക്കറ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ അവർ സാധനം കൊണ്ടുവച്ചതാട്ടോ. ഫുഡ് വരുന്നതിന് മുമ്പ് സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവച്ചാൽ കുറച്ച് സോസുകളും പിന്നെ ഗാർലിക്കും പിന്നെ കുറച്ച് സ്പൈസി ചട്നി ഉണ്ട്. പിന്നെ അവരുടെ ഫ്രഷ് ബേക്ക് ചെയ്തേക്കുന്ന ബ്രെഡും. അപ്പം നല്ല കിട്ടില്ല ഫിഷ് ആൻഡ് ചിപ്സാണ് വരാൻ പോകുന്നത്. ഇന്ന് വാമീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കിഡ്സ് ഫ്രീ മൺഡേ ആണ് സ്പെഷ്യൽ. അപ്പം കിഡ്സിന് ഫ്രീ ആയിരുന്നു ഇന്ന്. മാമീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാമിക്ക് ഇന്ന് അടിച്ചു വിളിക്കായിരുന്നു അല്ലേടി. നമ്മളെന്താ പറഞ്ഞേക്കുന്നത്? നമ്മളൊരു പ്ലേറ്ററല്ലേ? അതെ, പ്ലേറ്ററിൽ എല്ലാം സീ ഫുഡ് പ്ലേറ്റർ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ മസിൽസ്, പ്രോൺസ്, പിന്നെ ഹേക്ക് ഫ്രൈ, പിന്നെ ഫ്രൈസും ഉണ്ടാവും കേട്ടോ, പിന്നെ റൈസും ഉണ്ടാവും. ഇത്രയും സാധനങ്ങളുണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോന്നറിയില്ല, ഭയങ്കര ശബ്ദവും ഇവിടെ. അപ്പോൾ നമ്മൾ പോയ സിനിമ തിയേറ്റർ ദേ അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ദേ ആ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഫുഡ് വന്നിട്ട് ബാക്കി ഞങ്ങൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഫിഷ് പ്ലേറ്റർ വന്നു കേട്ടോ. മീനിന് ക്രേവിങ് ആണോടി ഫിഷ്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ. നമ്മളിന്ന് വേറെ പ്ലാനായിരുന്നു. ഫിഷ് ശരിക്കും ഹാർബറിൽ പോയി കഴിക്കാമെന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞത്. അതെ, പക്ഷേ അതിൻ്റെ പ്ലാൻ മാറ്റി നമ്മൾ ഇന്ന് സിനിമ കാണാൻ വേണ്ടി വന്നതുകൊണ്ടും നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കണമെങ്കിൽ ഫ്രഷ് ഫിഷ് ആൻഡ് ചിപ്സ് പോലെ തന്നെ ഇവിടെയും കിട്ടും. അതുകൊണ്ട് സീ ഫുഡ് പ്ലേറ്ററും പറഞ്ഞു. പിന്നെ മീനും ഇതേ ഒരു ടീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീ ഇവർ ഇങ്ങനെ വലിയൊരു ജഗ്ഗിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും അല്ലേടി? ഇത്രയും വലിയ ജഗ്ഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല കേട്ടോ, എനിക്ക് ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ സ്റ്റാർട്ടർ പറഞ്ഞിരിക്കുന്ന ഈ ബ്രെഡും ഈ ഗാർലിക്കും ഈ ചട്നിയും പിന്നെ ഈ മയോണൈസും വെച്ചിട്ട് കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത്. സാധാരണ ഇവിടെ ഞങ്ങൾ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് മാറ്റിയിട്ട് ആ ബട്ടറൊക്കെ വെച്ച് ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേടി. ശരിക്കും ഈ ഒരു പ്ലേറ്ററും നല്ല ടേസ്റ്റ് അല്ലേ? നമ്മളെപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇതല്ല, നമ്മൾ പ്ലേറ്റ് ഫോർ 2 ആണ് പറയാറ്. ഇത് ശരിക്കും പ്ലേറ്റ് ഫോർ 1 ആണ് അല്ലേ? എന്നാലും ഇത് ഇനഫാണ്. കാരണം ഇത് തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ വയറെന്ന് പറയും. നിങ്ങൾ കണ്ടില്ലേ ഇതിൽ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ട് നോക്കി. അതെ, സാധാരണ നമ്മൾ കഴിച്ച് ബാലൻസ് ടേക്ക് അവേ എടുത്ത് പോകാറ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇത് തന്നെ ഇനഫാണ്. നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ നീളമൊക്കെ ഉണ്ടോ, നല്ല രസം കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ ബ്രെഡും നമ്മുടെ ബട്ടറും കൂട്ടി ആ ചട്നിയും കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണ്ടേ നമുക്ക്. അപ്പം അതല്ലേ രസം. ഇന്ന് വാമിയില്ലാത്തതുകൊണ്ട്, വാമിയാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു. പക്ഷേ ഇവിടെ പിള്ളേർക്ക് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വാമീനെ കൊണ്ടുവരാനായിട്ട് വാമി സ്കൂളിൽ പോയതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാതിരുന്നത്. പിന്നെ സിനിമയ്ക്ക് മെയിനായിട്ട് കയറ്റാൻ പറ്റില്ലായിരുന്നു. അണ്ടർ 13 ഇയേഴ്സ് ജുറാസിക് പാർക്ക് പറ്റത്തില്ല. ഇവിടുത്തെ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്ട്രിക്റ്റ് ആണ്. കാരണം പിള്ളേർക്കുള്ള പടം പിള്ളേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് വലിയവരുടെ പടത്തിന് പോലും ആൾക്കാരെ കയറ്റത്തില്ല, പിള്ളേരെ കയറ്റത്തില്ല. അതാണ് വേറൊരു പ്രത്യേകത. ഈ പടം സ്ട്രിക്റ്റ്ലി 13 മുകളിലേക്കുള്ളവർക്കാട്ടോ, 13++ ഉള്ളവർക്കാണ് ഈ സിനിമ. കുഴപ്പമില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പണ്ടത്തെ ഒരു ജുറാസിക് പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും വന്നിട്ടില്ല. ഇതൊന്നും ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇതില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കിട്ട് നമുക്ക് ബ്രീത്ത് ടേക്കിംഗ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഗൂസ് പംപ്സ് വരുന്ന ഒരു സെറ്റപ്പ് അല്ല 3Dയിൽ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ നാട്ടിൽ കാണുന്ന ഒരു സ്ക്രീനല്ല ഇവിടെ ചെറിയൊരു സ്ക്രീനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു 3Dയുടെ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ സിനിമ 3D കാണുന്നതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, എന്നാലും അത്രയ്ക്ക് അങ്ങ് ഫീലായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ ചട്നിയും കുറച്ച് തേച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ മയോണൈസ് കുറച്ച് തേച്ചാൽ മതി കേട്ടോ. മയോണൈസ് കുറച്ച് തേച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വേണ്ടോ ഇങ്ങനെ അടയ്ക്കുക. ഇത് സൂപ്പർ സാധനം, സൂപ്പർ സാധനം. ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്ന കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നത് അവർ സെർവ് ചെയ്യുന്ന. ടേബിൾ വന്നിരിക്കുമ്പോൾ തന്നെ ഈ സാധനം തരും. ചില സമയത്ത് ഇത് ചൂടോട് കൂടിയിട്ട് നല്ലടി ഇനും ഈ ബ്രെഡ് നല്ല ടേസ്റ്റാണ്. അടിപൊളി. ഞാൻ മീനൊന്നും വെച്ചോളാം, മീനെ വീഡിയോ എടുക്കണം. ഇന്ന് വാമി അലമ്പ് കാണിക്കാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഒരാളുണ്ട്. അതെ, മീനെ ഓൾറെഡി ചിപ്സൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഞാൻ കഴിക്കട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് ലെമൺ പിഴിഞ്ഞ് വയ്ക്കാം. ഈ ലെമണും ഫിഷും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഇവിടെ നമുക്ക് ബട്ടറിൽ മുക്കിയ ഹെയ്ക്ക് ആട്ടോ വരുന്നത്. ഹെയ്ക്ക് നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ കലാമാരിയില്ലേ, കലാമാരീനെ എന്താടി പറയുന്നത്, കൂന്തൽ. കലാമാരീനെ മീനല്ല കൂന്തൽ എന്നാണ് പറയുന്നത്. മീൻ പറഞ്ഞതെന്നാണ് എനിക്കറിയായിരുന്നു കൂന്തൽ എന്ന്, പക്ഷെ പേര് മറന്നുപോയി. ഇത് കൂന്തളിൻ്റെ ഹെഡല്ലേ, കലാമാരി ഹെഡും ഇത് കലാമാരിയുടെ ആ റിങ്സ് പോലത്തെ ഇല്ലേ, അതിന് വേറെ റിങ്സ് ആക്കാതെ ഇങ്ങനെ ആക്കിയതും. പിന്നെ ഇതാണ് കിങ് പ്രോൺസ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ ഫ്രഞ്ച് ഫ്രൈസും യെല്ലോ റൈസും പിന്നെ ബട്ടറിൽ മുക്കിയ ഹെയ്ക്കും. ഹെയ്ക്കിനെ നാട്ടിൽ എന്ത് പേര് നാട്ടിലില്ല സാധനം. അപ്പം അതിനധികം മുള്ളെല്ലാം കുറഞ്ഞിട്ടേ നല്ല ഇറച്ചിയിൽ നിൽക്കുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതാണ് ഫിഷ് ആൻഡ് ചിപ്സിന് ഇവിടെ യൂസ് ചെയ്യുന്ന ഫിഷ് മെയിനായിട്ട് ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കലാമാരി ഹെഡ് കഴിച്ച് നോക്കാം. നൈസല്ലേ? ആണല്ലേ? ഇതാണ് നമ്മുടെ ഫ്രൈഡ് ഫിഷ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് ഫിഷ് നാരങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സോസിനേക്കാളും. നൈസായിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് നമുക്ക് യെല്ലോ റൈസും ഒന്ന് കഴിച്ചു നോക്കാം. യെല്ലോ റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് യെല്ലോ റൈസ്. സത്യത്തിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അടിപൊളി അല്ലേടി? ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ അച്ഛനൊക്കെ ഉള്ളപ്പം മറ്റേ യെല്ലോ റൈസും ബബൂട്ടി ഇവിടുത്തെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വീനു? ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ഇവിടെ നിന്ന് എപ്പോഴും നമുക്ക് ഈ ഓഷ്യൻ ബാസ്ക്കറ്റ് നമുക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഓഷ്യൻ ബാസ്ക്കറ്റ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ചില ഓഷ്യൻ ബാസ്ക്കറ്റിൽ നമുക്ക് ഫ്രഷ് ഫുഡ് കിട്ടാതെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കേപ്പ് ഗേറ്റിലെ ഓഷ്യൻ ബാസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എപ്പോൾ വരുമ്പോഴും നമ്മൾ ഒരു 2 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് കഴിക്കാറുണ്ട് അല്ലേ ഓഷ്യൻ ബാസ്ക്കറ്റിൽ. സത്യത്തിൽ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ കിഡ്സിനായാലും ഇവിടെ ചെറിയ നഗ്ഗറ്റ്സ്, ഫിഷിൻ്റെ നഗ്ഗറ്റ്സ്, ഈ ഹെയ്ക്കിൻ്റെ നഗ്ഗറ്റ്സ് കിട്ടും. അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇനി ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക്
വാമീനെടുക്കാൻ. അതെ ഗൈസ്, വാമീനെടുക്കണം. അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ, ഇന്ന് വിൻ്റർ ആയത് ഭയങ്കര തണുപ്പായിരുന്നേ, 6 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞത് വാമീനെ കൊണ്ടുവിടാൻ വേണ്ടി. വാമി 5:30 ആയപ്പോഴേക്കും എഴുന്നേറ്റ് വാമീനെ ഒരു 6:45 കഴിഞ്ഞപ്പോഴേക്കും വാമീനെ സ്കൂളിൽ കൊണ്ടുവിട്ട് തിരിച്ചു വന്ന് പിന്നെ ഉറങ്ങിയൊന്നുമില്ല. ഓരോ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച്, എന്നിട്ട് മീനും ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലേ. ഉപ്പുമാവ് ഉണ്ടാക്കി ഇന്നലത്തെ ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ ഉപ്പുമാവ് അടിച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ബോധോദയം വന്നത്. ഒരു സിനിമയും കണ്ടിട്ടാണ് ഞങ്ങൾ. അത് ഏതൊരു മറ്റേ ഇന്ദ്രൻസിൻ്റെ കുട്ടൻ്റെ ഷിമിഗാമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെയുള്ള ഒരു സിനിമ കണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ജുറാസിക് പാർക്കിന് പോയാലോ. അപ്പം ഇന്നെന്താ പരിപാടി, കാരണം വിൻ്ററൊക്കെ ആയതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പോകാനൊരു നിവൃത്തിയില്ല. കാരണം ഭയങ്കര തണുപ്പും മഴയും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ജുറാസിക് പാർക്ക് കാണാൻ വരാമെന്ന്, ജുറാസിക് വേൾഡ്. അപ്പോൾ ജുറാസിക് വേൾഡ് കാണാൻ ഇതിന് മുമ്പും പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം വാമീനെ കൊണ്ടുവരാനായിട്ട് അതിൽ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത്. വാമീനെ കൊണ്ടൊരു സിനിമ കാണിക്കാൻ വരണം എന്തായാലും. അല്ലടി മീനും, കിഡ്സിൻ്റെ ഒരു സിനിമ കാണിക്കാൻ വരണ്ടേ നമുക്ക് അല്ലേ? അതെ, അതെന്തായാലും അധികം വൈകാതെ തന്നെ വരണം. അപ്പം പിന്നെ മാമിക്ക് കുറച്ച് സാധനങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം മേടിച്ച് ഇനി നമ്മുടെ ഡേ ഇന്നത്തോടുകൂടി കഴിയും. മാമിനെ എടുത്ത് നേരെ വീട്ടിൽ പോകുന്നു, മാമിനെ കുളിപ്പിച്ച് റെഡിയാക്കുന്നു, ഫുഡ് കുക്ക് ചെയ്യുന്നു, ഫിനിഷ്. ഇതാണ് നമ്മുടെ ഡേ. അപ്പം ഓഫ് ഡേയിലേ. അപ്പോൾ നാളെ ഓഫാണ് ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഗൈസ്. പിന്നെ വാമിയുടെ നാനിക്ക് പനിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അപ്പം അങ്ങനെ കാര്യങ്ങൾ. ഞാനേ കലാമാരിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല ഞങ്ങൾ ഫ്രൈ ആണ്. ഇവിടെ ഓപ്ഷനുണ്ട്, ഗ്രില്ലുണ്ട് ഓപ്ഷൻ, പിന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ. ഞങ്ങൾ ഫ്രൈ ആണ് പറയാറ്. കാരണം ഗ്രില്ല് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രില്ല് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ഗ്രില്ല് കഴിച്ചു കേട്ടോ. ഡയറ്റ് ഉണ്ടായിരുന്നു ഇത് അല്ലേ. ഇഷ്ടമായിരുന്നു. അപ്പം ഇത് കലാമാരി അല്ലേ, ഇത് വേറെ ഒന്ന് കാണാൻ തിന്നോട്ടെ. കലാമാരിയാണ് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ട്. ആണോ? രണ്ട് ടേസ്റ്റല്ലേ? അരച്ചിട്ട് അത് ഇതാണോ ക്രാബ്? പ്രോൺസ് അല്ലേ? പ്രോൺസ് അരച്ചാക്കുന്നതാണ്. കലാമാരി അല്ല, കലാമാരിയുടെ ഹെഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രോൺസും കൂടി ഇനി ടേസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ പ്രോൺസ് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതിൽ ഓൾറെഡി ഇവർ ഗ്രില്ല് ചെയ്താക്കുന്നത് സോസൊക്കെ വെച്ചിട്ടാണ്. സോസ് എന്ന് വെച്ചാൽ ഒരു മയോണൈസ് ബട്ടർ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. ചീസല്ല, മയോണൈസും ഒരു ബട്ടർ വെല്ലടി അല്ലേ, ചൂടുള്ള ബട്ടർ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അറിയില്ല, പിന്നെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ല ഇതിൽ. അതായത് പോലും ഇല്ല, ഒരു ബട്ടറിൻ്റെ സോൾട്ടി ബട്ടറിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഇത് ഗ്രില്ല് ചെയ്താക്കുന്നത് കറക്റ്റ് പരുവത്തിന്, പ്ലാസ്റ്റിക് പരുവല്ല, കറക്റ്റ് പരുവത്തിനാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ അടർത്തി എടുക്കുമ്പോഴേ ഇതൊക്കെ ഇതിൻ്റെ തോട് കണ്ടോ ഇങ്ങനെയാണ്. അപ്പം തോടൊന്നും നമ്മുടെ നാട്ടിൽ ചെമ്മീൻ ഇത് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ഇത് ചെയ്യത്തില്ല കേട്ടോ. തോടുന്ന കളഞ്ഞിട്ടല്ല കുക്ക് ചെയ്യുന്ന തൊടുകയൊക്കെ തന്നെ. നിങ്ങൾക്ക് അറിയായിരിക്കില്ല, ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഹെയ്ക്ക് ഫിഷില്ലേ, ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു വെണ്ണ ഇരിക്കുന്ന പോലെയാണ് ഈ ഹെയ്ക്ക് ഫിഷ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹെയ്ക്ക് ഫിഷ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അത് മാത്രമല്ല ടേസ്റ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചെന്നില്ലേ അല്ലടി വീണു. ടേസ്റ്റ് ചെയ്ത് പാത്രം കാര്യം കേട്ടോ. ഇത് മിക്കതും ഞങ്ങൾ ഫിനിഷ് ചെയ്യും. വീണു നിൻ്റെ വിഷയം പറയാം. സീരിയസ് ആയിട്ട് അതെ. പോപ്കോണിന്റെ കാര്യം പറഞ്ഞപ്പോ 2 ബട്ടറിന്റെ സാച്ചറ്റ് തന്നിട്ടോ. മീനുവാണെങ്കിൽ ഞാൻ 2 ബട്ടറിന്റെ സാച്ചറ്റും അതിലിട്ടതുകൊണ്ട് ഭയങ്കര ഉപ്പായി പോയി ഇല്ലേ. പിന്നെ നമ്മൾ എന്തായിരുന്നു പിന്നെ പറഞ്ഞത്,
ഒരു വലിയ ഡയറി മിൽക്കും ഉണ്ടായിരുന്നു, അതും മീൻ കഴിച്ചു. പിന്നെ എനിക്ക് വലിയൊരു കോക്ക് ഉണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ചു. സത്യത്തിൽ നല്ല, പക്ഷെ വയറ് നിറയാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം വയറ് നിറയാനുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അല്ല വയറ് നിറയാനുണ്ടായിരുന്നില്ലേ, പോപ്കോൺ അങ്ങനെ. അപ്പം വേറൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഫിനിഷ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നേരെ വാമീനെ കൊണ്ടുവരാനായിട്ട് നേരെ വിടണം. വാമിക്കുട്ടി ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ ചിലപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കും, പക്ഷേ രണ്ടുപേർക്ക് ഞങ്ങൾക്ക് സ്കൂളിൽ കയറാൻ പറ്റത്തില്ല, ഒരാൾക്ക് പെർമിഷൻ ഉള്ളൂ. സ്കൂളിൻ്റെ ഉള്ളിൽ കയറി വാമീനെ പിക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഓർഡർ ചെയ്ത പ്ലേറ്റ് നോക്കിയാൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കും. സാധാരണ നമ്മൾ ടേക്ക് അവേ എടുക്കാറില്ല ചെയ്യാറ്, ഇത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വാമീനെ കൂട്ടാൻ വേണ്ടി പോകണം കേട്ടോ. സമയം ഏകദേശം 3:30-4 മണി ആയി ഉണ്ടാവും അല്ലേ? ആ ഏകദേശം 3:30 ആയിരുന്നു തോന്നുന്നു, 3:30 ആയിട്ടുണ്ടാവും. പെട്ടെന്ന് വാമി അപ്പം ഞങ്ങളിത് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇനി നേരെ വാമീനെ കൊണ്ടുവരണം കേട്ടോ. ദേ നേരെ നോക്കിയാൽ നിങ്ങൾ മെഡിക്കൽ ക്ലിനിക്കിൻ്റെ ഈ ഹോസ്പിറ്റലില്ലേ, ഇവിടെയാണ് നമ്മുടെ വാമിക്കുട്ടി ഉണ്ടായത്. ഇവിടെ തന്നെയാണ് അടുത്ത ആളും ഉണ്ടാകാൻ പോകുന്നത്. അല്ലടി മീനു? അതെ. അപ്പം മീനിന് വയറിറങ്ങിട്ടേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി നേരെ വാമീനെ കൊണ്ടുവരാൻ പോകാം കേട്ടോ. വാമിയുടെ സ്കൂളിൻ്റെ ഏകദേശം അടുത്തെത്തി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ വാമിയുടെ സ്കൂളിലേക്ക്. സാധാരണ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പം അവളുടെ നാനി ടാക്സി വിളിച്ച് വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകാറാണ് പതിവ്, ഊബർ വിളിച്ച് വന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഓഫറുള്ള ഡേയ്സുകളിൽ നമ്മൾ ചിലപ്പോൾ വിടുവാണെങ്കിൽ ഞാൻ വന്നെടുക്കും ഒരു 3:30-4 മണിയാകുമ്പം. ഇപ്പോൾ ഇതേ സമയം 4 മണി കഴിഞ്ഞു. ഇത്ര നേരം ഇരുന്നു. ഇപ്പം ചെല്ലുമ്പോൾ നല്ല കളിയായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ അവളെ എനിക്ക് എടുക്കാൻ പോകുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പോകുന്നത് ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് സ്കൂൾ കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കൂള്. അപ്പം ദേ നിറച്ച ആൾക്കാർ വന്നിരിക്കുക. അപ്പം നമുക്ക് ഇവിടെ വണ്ടി ഇടാം, എല്ലാവരും പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. ഇവിടെ 6 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും ഇപ്പം തന്നെ ഏകദേശം ആൾക്കാരൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല, അവിടെ പെർമിഷൻ ഇല്ല കേട്ടോ. വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം ക്ലോസ് ചെയ്തിട്ടാക്കുന്നത് കേട്ടോ. വേണ്ടോ ഓരോരുത്തർ പോയി എടുക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കും പോയി വാമീനെ എടുത്തിട്ട് വരാം. അല്ലേടി മീനുവിന് നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, നടുവേദന ഉള്ളതുകൊണ്ട്. അപ്പം ഞാനും കൂടി പോയിട്ട് എടുത്തിട്ട് വരാം അവളെ. അപ്പം വാമി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് കാണാം. അപ്പോൾ ദേ നമ്മുടെ വാമിക്കുട്ടി ദേ ഇവിടെ ഉണ്ട് കേട്ടോ. ദേ വാമിക്കുട്ടിക്ക് സീറ്റിലിരിക്കണമെന്ന് ഒരു ഹായ് പറഞ്ഞ വാമി, ഒരു ഹായ് പറയടോ. ഓക്കെ, വാമിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. വാമിക്കുട്ടിക്ക് ഇതേ സീറ്റിലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാമിക്കുട്ടീനെ ഇതേ സീറ്റിലിരുത്താൻ പോവാ കേട്ടോ. അല്ലേ വാമിക്കുട്ടി? വാമി, ഹൗ വാസ് ക്ലാസ്? ഹൗ വാസ് ദ ഡേ? നൈസ്. വേർ ഇസ് Avi? Avi is going? Oh, okay. Where is Nick? Where's Nika? Where's Nika? I don't know. Where's Nika? അപ്പം നിക്കായും അവിയും മാമിയുടെ ഫ്രണ്ട്സ് ആട്ടോ. അപ്പോൾ നമുക്കപ്പോൾ എന്തായാലും പയ്യെ വിട്ടേക്കാം അല്ലടി മീനു? അപ്പോൾ പയ്യെ വിടാം. അപ്പോൾ ഇതാണ് മാമിയുടെ സ്കൂള്. ടാറ്റ പറഞ്ഞോ ഫ്രണ്ട്സിന്? നീ ടാറ്റ പറഞ്ഞോ? അങ്ങനെ നമ്മളിത് ഈ വീട്ടിലെത്തി. ഏകദേശം ഒരു ഡേ കഴിയാറായി. ഇത് നോക്കിക്കാൻ നിങ്ങൾ, ഏകദേശം 5 മണി ആയിട്ടോ. അപ്പം 5 മണി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനി നമ്മുടെ വൈകുന്നേരത്തെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഡേ അങ്ങ് കഴിയും. അപ്പം അത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഞങ്ങളിത് തിരിച്ച് നമ്മുടെ വീട് എത്തിയിട്ടോ. അത് ഇവിടെ കണ്ടോ, ഞാവൽപ്പഴത്തിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു. ഞാവൽപ്പഴമെല്ലാം കഴിഞ്ഞു. ഈ പ്രാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു, ഇവിടെ നിറച്ച് ആയിരുന്നു. അപ്പം ഞാൻ വണ്ടി അകത്തേക്ക് കയറ്റുന്നില്ല, കാരണം ഒന്നും കൂടി ഒന്ന് കടയിൽ പോകാനുണ്ട്. കുറച്ച് സാധനങ്ങൾ മറന്നുപോയി. നാളെ വാമിക്ക് സ്കൂളുണ്ട്, അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഗൈസ്. അപ്പം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇനി വരുന്നതാണ്. അപ്പം ഇതുവരെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത രീതിയിൽ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്ന് വേണ്ട, സബ്സ്ക്രൈബ് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. അല്ലടി ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ കേട്ടോ. മാമി ബൈ പറഞ്ഞേ, ടാറ്റ പറ. ടാറ്റ. അതങ്ങനെയാ ഗൈസ് വിശേഷങ്ങൾ. അപ്പം പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. എക്സ്പ്ലോറിംഗ് ദ നേച്ചർ കേട്ടോ.